ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ്, മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു പ്രൊജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻവെൻറ്റ് മണി എന്താണെന്നുള്ളത് പറയാം. അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ചുറ്റിനും. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വോയിസിൽ നിങ്ങൾക്ക് കേട്ടെന്ന് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കണം. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിലേക്ക് തന്നെ കിടക്കാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇൻവെൻറ്റ് മണി എന്താണെന്നുള്ളത് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഇൻവെൻറ്റ് മണി എന്ന് പറയുന്നത് ദ ഇൻവെൻഷൻ നെറ്റ്വർക്ക് എന്ന ഹോൾഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ ആപ്പാണ്. ഇതൊരു സാധാരണ ക്രിപ്റ്റോ പ്രൊജക്റ്റ് മാത്രമല്ല, യൂസേഴ്സിനെ കൺസ്യൂമേഴ്സായി മാത്രം കാണാതെ കോൺട്രിബ്യൂട്ടേഴ്സായും ഓണേഴ്സായിട്ടൊക്കെ ആക്കാൻ ശ്രമിക്കുന്ന ഒരു മോഡലാണെന്ന് തന്നെ പറയാം. സോ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് റവന്യൂ ഷെയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവെൻറ്റ് മണി എന്ന് പറയുന്നത് ഇൻവെൻഷൻ നെറ്റ്വർക്ക് എന്ന ഹോൾഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ ആപ്പാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻവെൻഷൻ നെറ്റ്വർക്ക് എന്ന് പറയണ്ടേ? ഇൻവെൻഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി മോഡലാണ്. ഇവർ വലിയ മാർക്കറ്റ്സിൽ കമ്പനീസ് ബിൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൈ ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ കമ്പനീസ് പോലെ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യമിടുന്ന ഒരു രീതിയല്ല ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കോൺട്രിബ്യൂട്ടേഴ്സ്, യൂസേഴ്സ്, ടോക്കൺ ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള എല്ലാവർക്കും ബെനിഫിറ്റ്സ് ലഭിക്കുന്ന രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് അലൈൻ ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻവെൻറ്റ് മണിയാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ആദ്യ കമ്പനി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ സ്ട്രാറ്റജി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡ് നോക്കാം നമുക്ക്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AI കാരണം നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ശക്തി വേണമല്ലോ അതിന്. ഇപ്പോൾ സാധാരണ കമ്പനികൾ അവരുടെ റവന്യൂയുടെ വലിയൊരു ഭാഗവും അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമുകൾക്ക് കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ഇൻവെൻഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോംസിന് പണം കൊടുക്കുന്നതിന് പകരം കമ്മ്യൂണിറ്റിക്കും ടോക്കൺ ഹോൾഡേഴ്സിനും ഷെയർ കൊടുക്കാം എന്നതാണ് ഇവർ പറയുന്നത്. സോ ഇതാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ മോഡ് എന്ന് ഇവർ പറയുന്നത്. സ്ട്രോങ് കമ്മ്യൂണിറ്റി തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആകുന്ന മോഡൽ. ഇനി ഇൻവെൻഷൻ നെറ്റ്വർക്കിനെ പവർ ചെയ്യുന്ന ഒരു കോൺട്രിബ്യൂഷൻ ടോക്കൺ ഉണ്ട്. അതാണ് ഇൻവെൻറ്റ് ടോക്കൺ. സോ മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും കോമ്പറ്റീഷൻസ് ജയിക്കുകയും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ടോക്കൺ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ്വർക്കിൻ്റെ റവന്യൂയുടെ 50% ടോക്കൺ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇത് pre-TG സ്റ്റേജിലാണ്. ഇനി മിഷൻസ് എന്ന് പറയുമ്പോൾ റിവാർഡ്സ് ഏൺ ചെയ്യേണ്ട കുറച്ച് ടാസ്കുകളാണ്. സോഷ്യൽ മീഡിയ ടാസ്കുകൾ ഉണ്ടാവും, സർവേസ്, ആപ്പ് ഇൻസ്റ്റാൾസ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ ആക്ഷൻസ് തുടങ്ങിയ എല്ലാം ഇതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഓരോ മിഷൻസിനും റിവാർഡ് മുമ്പേ തന്നെ അവർ കാണിക്കും. ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ മിഷന് എത്ര റിവാർഡ് നമുക്ക് ലഭിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും, അതിനകത്ത് കാണിക്കും. ഇനി ചില മിഷൻസ് ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ ആയിരിക്കും, ചിലത് മാനുവലി നമുക്ക് റിവ്യൂ ചെയ്യാനും സാധിക്കും. സ്റ്റാറ്റസ് അവൈലബിൾ മുതൽ കംപ്ലീറ്റഡ് വരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും അവരതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അത് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ സൈറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി റിജക്റ്റഡ് ആയാലും പെനാൽറ്റി ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു റെഫറൽ സിസ്റ്റം. ഓരോ യൂസേഴ്സിനും യുണീക്ക് റെഫറൽ ലിങ്ക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ലിങ്ക് വഴി സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര % എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡയറക്റ്റ് റെഫറൽസിൽ 10% ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് 5 ലെവൽസ് വരെ ആയിരിക്കും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ഓരോ ലെവൽസിലും % ഹാഫായിട്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് റെഫറൽ ഏർണിങ്സ് കമ്പനിയിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. റെഫറൽ ചെയ്യുന്ന ആളിൻ്റെ ഏർണിങ്സിൽ നിന്ന് കുറയില്ല. അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ക്വാളിഫൈഡ് റെഫറൽസ് ഉണ്ട്. ഒരു ക്വാളിഫൈഡ് റെഫറൽ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ റെഫറൽ ചെയ്യുന്ന വ്യക്തി സബ്മിഷൻ ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്യണം. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 1 ടൈം ബോണസ് ആയിട്ട് $20 20 ഇൻവെൻറ്റ് ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുക.
അതുപോലെ തന്നെ ഒരു USDയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ നെറ്റ്വർക്കിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഷെയർ ആണ്. അവർ പറയുന്നത് റവന്യൂയുടെ 50% ഇൻവെന്റ് ഹോൾഡേഴ്സിന്, അതായത് ഇൻവെന്റ് ടോക്കൺ ഹോൾഡേഴ്സിന് നൽകും എന്നാണ്. അതായത് കമ്പനി വളരുമ്പോൾ ടോക്കൺ ഹോൾഡേഴ്സിനും ബെനിഫിറ്റ് ലഭിക്കാം എന്ന ഈ ഒരു ആശയമാണ് അവർ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. പേയിങ് ടോക്കൺ ഹോൾഡേഴ്സ് കോമ്പൗണ്ട്സ് ഫാസ്റ്റർ ദാൻ പേയിങ് പ്ലാറ്റ്ഫോംസ് എന്നാണ് ഇവരുടെ ബിലീഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻവെൻഷൻ നെറ്റ്വർക്ക് സ്ഥാപിച്ചത് സീരിയൽ ഓൺടർപ്രണറായ അലൻ കർട്ടിസ് ആണ്. ഇവരുടെ ലീഡർഷിപ്പ് ടീമിൽ CFOയും COOയും ഉണ്ട്. അപ്പോൾ അത് ഡെവിൻ എൽഡ്രിച്ചും അതുപോലെ തന്നെ ഡാൻ വാങ് എന്നിവരൊക്കെയാണ്. ആൻഡ് മറ്റൊരു കാര്യം, ബ്രെയർ ക്യാപിറ്റൽ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഫേംസും യാഹൂ ഫൗണ്ടേഴ്സ് ജെറി യാങ് പോലുള്ള പ്രമുഖ ഇൻവെസ്റ്റേഴ്സും ഈ ഒരു പ്രൊജക്റ്റിനെ ബാക്ക് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. പ്രീസീഡ് ഫണ്ടിങ് ആയിട്ട് $4 മില്യൺ അവർ റേസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെന്റ് മണി എന്ന് പറയുന്നത് ഒരു നോർമൽ ഏർണിംഗ് ആപ്പ് അല്ല. ഇത് മിഷൻസും റെഫറൽസും ടോക്കൺ ഓണർഷിപ്പും റവന്യൂ ഷെയറും എന്നിവയൊക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൻ മോഡലാണ്. യൂസേഴ്സിനെ കൺസ്യൂമേഴ്സായി മാത്രം കാണാതെ നെറ്റ്വർക്കിൻ്റെ ഗ്രോത്തിൽ പങ്കാളിയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവെന്റ് മണി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. സോ ഇനി ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. സൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. കണ്ടിന്യൂ വിത്ത് വാലറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ വരും, അതുപോലെ തന്നെ സൈൻ ഇൻ വെരിഫിക്കേഷനും വരും. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം സെറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ അവിടെ വെരിഫൈ ചെയ്യാനും കാണിക്കും. അതും ജസ്റ്റ് വെരിഫൈ ചെയ്യുക. ദെൻ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ റിവാർഡ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. അതായത് നമ്മൾ ഇൻവെന്റ് മണിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ മെയിലും വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെ റിവാർഡാണ് അവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ അത് 3 ക്ലെയിം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എൻ്റർ ആവുകയാണ് മിഷൻസിലേക്ക്. അപ്പോൾ അതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. മിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മിഷൻസ് കാണാം. മൊത്തം 75 മിഷൻസാണുള്ളത്. അതിൽ 72 അവൈലബിളിൽ കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾ 3 മിഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ആ 3 തൊട്ട് മുമ്പ് നമ്മൾ റിവാർഡ്സ് ക്ലെയിം ചെയ്തത്. ഓക്കെ, അപ്പോൾ 75 മിഷൻസിൽ 3 കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 72 മിഷൻസ്, 72 മിഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ 72 മിഷൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ടാസ്കുകളും ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ ചിലത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ചിലത് വെരിഫൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിലത് ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ ആയിരിക്കും. അതായത് അവർ വെരിഫൈ ചെയ്ത് തരണം. അപ്പോൾ ഓരോ ടാസ്കുകളും ഡിഫറെൻ്റ് ആണ്. ചിലത് നമുക്ക് അന്നേരം തന്നെ നമുക്ക് അതിൻ്റെ റിവാർഡ്സ് ലഭിക്കും. മാനുവലി നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ആൻഡ് പെട്ടെന്ന് തന്നെ റിവാർഡ് ലഭിക്കുന്നു. മറ്റ് ചിലത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇൻ പ്രോഗ്രസ്സിലായിരിക്കും വന്ന് കിടക്കുക. ഇൻ പ്രോഗ്രസ്സിൽ അത് വന്ന് കിടക്കും. ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അത് നേരെ ക്ലെയിമബിളിലേക്ക് പോകും. ക്ലെയിമബിളിൽ നിന്ന് നിങ്ങൾക്കത് ക്ലെയിം ചെയ്ത് റിവാർഡ്സ് നേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ചില ടാസ്കുകൾ ചെയ്യുമ്പോൾ ഇപ്പം ഫോളോ ചെയ്യുന്നൊരു ടാസ്ക് എടുക്കുകയാണെങ്കിൽ ആ ഫോളോ ചെയ്തതിൻ്റെ പ്രൂഫ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരുടെ ചാനൽ ഫോളോ ചെയ്യുക. അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ദെൻ ആ ഫോളോ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ദെൻ നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനൊരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൂടെ നിങ്ങൾ കൊടുക്കണം. ദെൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകും. വെരിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് ക്ലെയിമബിളിലേക്ക് വരുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടാസ്കുകളും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ അതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് വായിച്ച് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാം. സോ എനിക്കറിയാം ഒത്തിരി ടാസ്കുകളുള്ളതുകൊണ്ട് ഒരുമിച്ച് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരിക്കും. സോ
ടൈം എടുത്തിട്ട് ഒരു 2-3 ദിവസം ടൈം എടുത്ത് നിങ്ങൾ ചെയ്യുക എന്ന് കരുതി ഒത്തിരി ലേറ്റ് ആക്കരുത്. മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ കറക്റ്റായിട്ട് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ളത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് കാണാം. റെഫറൻസ് എടുക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റെഫറൽ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ റെഫറൽ കോഡും കാണാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ലീഡർ ബോർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് അവിടെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡോളർ ഇൻവെൻറ്റ് എന്ന് എഴുതിയിട്ട് അവിടെ ഒരു നമ്പർ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ എത്ര ഇൻവെൻറ്റ് ടോക്കൺ നേടി എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഇൻവെൻറ്റ് ടോക്കൻ്റെ എത്രത്തോളം നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെയാണ് അവിടെ കാണിക്കുന്നത്. അതിനകത്ത് ഡാഷ്ബോർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കാണാനായിട്ട് സാധിക്കും ഡീറ്റെയിൽഡായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. നിങ്ങൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ്, ഏതെങ്കിലും മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചിരുന്നാൽ മതി. നമുക്കത് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്, കുഴപ്പമില്ല. ആൻഡ് മാക്സിമം എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ബഗ്സ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ടാസ്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു ടാസ്കുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബഗ്സ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ ഇൻവെൻറ്റ് ടോക്കൺസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഗ്സ് ഇല്ലാതെ വെറുതെ ആ ഒരു ടാസ്ക് ചെയ്യണമല്ലോ എന്നോർത്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത്. ബഗ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ ഇല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യരുത്. ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തതിന് ശേഷവും അത് വെരിഫൈ ആകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് ചെയ്തു എന്നുള്ളതിൻ്റെത്. പക്ഷേ സ്റ്റിൽ അത് വെരിഫിക്കേഷൻ ഫീൽഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബഗ്ഗായിട്ട്. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. ഒരു തരത്തിലുള്ള ബഗ്ഗും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യണ്ട. അല്ലാതെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഓക്കെ, പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഡെയിലി സ്ട്രീക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യണം എന്നതാണ് സാരം. കാരണം ഇപ്പം 3 days നിങ്ങൾ കറക്റ്റായിട്ട് കയറുവാണെങ്കിൽ 3 days സ്ട്രീക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നുള്ളത് 7 days ആണെന്ന് തോന്നുന്നു. 3 day കഴിഞ്ഞാൽ 7 day, പിന്നെ 10, 14, 30 ഇങ്ങനെ സ്ട്രീക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസവും നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യണം എന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു 3 days 4 days കൊണ്ട് നിങ്ങളുടെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീരുന്നുണ്ടായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾ ഡെയിലി ഓപ്പൺ ചെയ്ത് നോക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്ട്രീക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം സ്ട്രീക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നിങ്ങൾക്ക് ഇൻവെൻറ്റ് ടോക്കൺ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരെ. ബൈ ഗായ്സ്.